ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പയും ബീഫും അതും അല്ലെങ്കിൽ പൂളിഫ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു നാടൻ വിഭവമാണ്. ഇത് ഉമ്മയുടെ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊരു ജാറെടുത്തിട്ട് ഒരു കുഞ്ഞി പീസ് ഇഞ്ചി, 5-6 വെളുത്തുള്ളി, അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ച ബീഫ്, ഒരു വലിയ സവാള അരിഞ്ഞത്, ഉണ്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു 6-7 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം, ബീഫിൻ്റെ വേവിനനുസരിച്ച്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം വളരെ കുറവാണ്. നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഈ കപ്പ കൂടി ആഡ് ചെയ്യാൻ, ഈ കട്ട് ചെയ്ത് വെച്ച കപ്പ കൂടി ആഡ് ചെയ്യാൻ. നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം കൂട്ടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്കായിപ്പോയി. എന്നാലും നമുക്ക് ഇനി ചേർത്താലും മതി. ഇനി നമുക്ക് ഇതടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ഫുള്ളായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, മല്ലിച്ചപ്പ് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ കഴിക്കുക. കുറച്ച് ലെമണും കൂടെ ഒക്കെ ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്